കോൺഗ്രസ് പാർട്ടി വീണ്ടും വീട് കയറുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോഴൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ ചില ചോദ്യങ്ങൾ ഉണ്ടാകണമെന്നും ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഏത് പാർട്ടിക്കാർ വന്ന് ചോദിച്ചാലും ചില ചോദ്യങ്ങൾ ഉത്തരം പറയാൻ തയ്യാറായി വരുന്നവരുടെ മുന്നിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കണം. എപ്പോഴും CPM-നെയും ഇടതുമുന്നണിയെയും കോൺഗ്രസ് കടന്നാക്രമിക്കാറുണ്ട്. എന്താണ്, അവര് അക്രമ സ്വഭാവമുള്ള പാർട്ടിയാണ്, അവരിങ്ങനെ അഴിമതി നടത്തുന്ന പാർട്ടിയാണ്, അങ്ങനെ പലതും പറയാറുണ്ട്. പിണറായി വിജയനെ ഇനി താറടിക്കാത്ത രീതിയൊന്നുമില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ചു നാളത്തെ പത്രങ്ങളും വാർത്തകളും ഒന്ന് വിശകലനം ചെയ്തപ്പോൾ മറച്ചു നോക്കിയപ്പോൾ കോൺഗ്രസ്സുകാര് ഒറ്റുകൊടുക്കുകയും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാര് സ്വന്തം പാർട്ടിക്കാരെ തന്നെ വഞ്ചിക്കുകയും സ്വന്തം പാർട്ടിക്കാരെയും അനുഭാവികളെയും തന്നെ കൊലപ്പെടുത്തുകയും ചെയ്ത ധാരാളം സംഭവങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട്. ധാരാളം സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും അങ്ങനെയുള്ളത്, നമുക്ക് ചരിത്രമായുള്ളത്. അതിന് ഒരുപാട് വിദൂരതയിലേക്കൊന്നും പോകേണ്ട. നമ്മുടെ സമീപ ഭൂതകാലത്തേക്ക് ഒന്ന് ചികഞ്ഞു നോക്കിയാൽ ഒരുപക്ഷെ നിങ്ങളുടെ ഓർമ്മയിലും ഉണ്ടാകും ഈ കേസുകൾ. ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ പെട്ടെന്ന് ഓർത്തെടുത്ത ഒന്നിന് സംഭവങ്ങൾ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ സംഭവം, കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ മൊയാരത്ത് ശങ്കരൻ. മൊയാരത്ത് ശങ്കരനെ ആർക്കും തിരസ്കരിക്കാനോ വിസ്മരിക്കാനോ കഴിയില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം എഴുതിയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ അടിച്ചു കൊന്നത് കോൺഗ്രസുകാരാണ്, മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതുപോലെ കണ്ണൂര് ചെറുപുഴയിൽ K. കരുണാകരൻ സ്മാരകം നിർമ്മിച്ചു, ഓഡിറ്റോറിയം സ്മാരകം നിർമ്മിച്ചു. സ്മാരകത്തിന്റെ കോൺട്രാക്ടർ ജോസഫ് മുതുപാറക്കുന്നേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അയാൾക്ക് ഏകദേശം 1,34,00,000 രൂപ പെൻഡിങ് കൊടുക്കാനുണ്ട്. അപ്പൊ എന്ത് ചെയ്തു അദ്ദേഹം ആ കെട്ടിടത്തിൽ തന്നെ തൂങ്ങി മരിച്ചു. ഇതാണ് ഒപ്പം നിൽക്കുന്നവനെ കാലുവാരുക, കുതികാല് വെട്ടുക എന്നതിന്റെ ഉദാഹരണം. ഒന്ന്, കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ ആളിനെ തന്നെ വകവരുത്തി. രണ്ട്, K. കരുണാകരൻ ലീഡറിന്റെ സ്മാരകം കണ്ണൂരിൽ നിർമ്മിച്ച കോൺട്രാക്ടറെ കാശ് കൊടുക്കാതെ കബളിപ്പിച്ച അവസാനമായ ഒരു തുണ്ട് കയറിൽ ആ കെട്ടിടത്തിൽ തന്നെ ജീവൻ ഒടുക്കിയ സംഭവം ഇനിയുണ്ട്. 2014 ഏറെ വിവാദമായ സംഭവം, രാധ എന്ന ചെറുപ്പക്കാരിയെ ആരും മറക്കാൻ ഇടയില്ലല്ലോ. നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിലെ തൂപ്പുകാരിയായിരുന്നു, ജോലിക്കാരിയായിരുന്നു. അവരെ കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടിയതാരാണ്? വലിയ കോൺഗ്രസ് പ്രമുഖന്മാർക്കൊപ്പം ഉണ്ടായ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്. അത് നമ്മൾ ഏറെ ചർച്ച ചെയ്ത വിവാദമാണ്. കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോലും രാധ വീണ്ടും വന്നിരുന്നു. രാധയുടെ ആത്മാവിന് ശാന്തി ലഭിക്കാത്ത മാതിരി രാധ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. രാധയുടെ കൊലപാതകം 2014. അതുപോലെ 2015 നവംബർ 8 മാനന്തവാടിയിൽ PV ജോൺ എന്താ സംഭവിച്ചത്? PV ജോണിനും സംഭവിച്ചത് ഇതുപോലെയുള്ള ഒറ്റുകാരുടെ പ്രവർത്തനം, തെരഞ്ഞെടുപ്പിൽ കാലുവാരി. അങ്ങനെയാണ് അദ്ദേഹം പോയി സൂയിസൈഡ് ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാലുവാരിനെ തുടർന്ന് മാനസിക വിഷമം കൊണ്ട് അദ്ദേഹം പോയി സൂയിസൈഡ് ചെയ്തു 2015. 2022 എന്താ സംഭവിച്ചത്? KPCC ട്രഷറായിരുന്ന V. പ്രതാപചന്ദ്രൻ ഹൃദയം പൊട്ടി മരിക്കുകയുണ്ടായത്. കാരണം ഒറ്റുകാരും പാർട്ടിക്കാരും നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ മാനസിക സമ്മർദ്ദത്തിലാക്കി. അങ്ങനെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. പിന്നെ 2023 മെയ് 30 KPCC ജനറൽ സെക്രട്ടറി KK എബ്രഹാം അയാളുടെ ചതിവ് കാരണം ഒരു കർഷകൻ രാജേന്ദ്രൻ നായർ ആത്മഹത്യ ചെയ്തു. നിങ്ങൾക്ക് അറിയാമായിരിക്കും. രാജേന്ദ്രൻ നായരുടെ കഥയും ഇടയ്ക്കിടയ്ക്കൊക്കെ വാർത്തകളിൽ നിറയുന്നതാണ്. KK എബ്രഹാം എന്ന് പറയുന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി കാലുവാരി പറ്റിച്ചത് കൊണ്ട് മാത്രമാണ് രാജേന്ദ്രൻ നായർക്ക് ജീവൻ വെടിയേണ്ടി വന്നത്. അതുപോലെ തന്നെ 2023 ഓഗസ്റ്റ് 31 തുവൂരിലെ കെട്ടിട കൃഷിഭവനിലെ താൽക്കാലിക ജീവനക്കാർ. 2023 ഓഗസ്റ്റ് 31 നടന്നതാണ്. ഒരു കൃഷിഭവനിലെ താൽക്കാലിക ജീവനക്കാരി മാങ്കുന്നത്ത് സുജിത, അവരുടെ മരണം നിങ്ങൾക്ക് അറിയാമല്ലോ. അവരെയും ഇതുപോലെ കോൺഗ്രസുകാർ കൊലപ്പെടുത്തിയതാണ്. പിന്നെ 2024 ഡിസംബർ 27 നടന്നത് വയനാട് നടന്നത് NM വിജയനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ ജിജേഷും. NM വിജയൻ നിസ്സാരക്കാരനല്ല, DCCയുടെ ട്രഷററായിരുന്നു, വലിയ പദവിയിലിരുന്ന ആളാണ്. അദ്ദേഹത്തെയും ഈ MLA ഉൾപ്പെടെയുള്ള കോൺഗ്രസ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ ചതിവിൽപ്പെടുത്തി പണം തട്ടിയെടുത്തു. അതിനുശേഷം മാനസിക ആഘാതം കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകനും. അതുപോലെ തന്നെ 2025 തിരുവനന്തപുരത്ത് മലയാള മനോരമയുടെ ലേഖകനായിരുന്ന ആനാട് ശശി, അദ്ദേഹം എന്ത് ചെയ്തു? കോൺഗ്രസിന്റെ സഹകരണ ബാങ്കിൽ കുറച്ച് പൈസ നിക്ഷേപിച്ചു. പൈസ തിരികെ കിട്ടാതെ വന്ന് മാനസിക ആഘാതം അദ്ദേഹം പോയി സൂയിസൈഡ് ചെയ്തു. അതിൽ കോൺഗ്രസ്സുകാർ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കി? അദ്ദേഹത്തിന് മാരക അസുഖമാണെന്ന് വരെ പറഞ്ഞുണ്ടാക്കിയിരുന്നു. അതുപോലെ ഇനി 2025 ജോസ് നല്ലയിടം, അതുപോലെ PV ജെയിൻ. സെപ്റ്റംബറിൽ PV ജെയിൻ മരിച്ചത്. ഡിജിറ്റൽ മീഡിയയുടെ ചുമതലയൊക്കെ ചെറുപ്പക്കാരനാണ് PV ജെയിൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 1 ഡസനിലധികം ആളുകളെ കോൺഗ്രസ് ഒറ്റുകൊടുക്കുകയോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ കൊലപ്പെടുത്തുകയോ കോൺഗ്രസുമായി അടുത്തു നിന്ന സ്ത്രീകളെ കൊലപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ട്. അതിനു പുറമെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും സുഹൈൽ അൻസാരിയും ഒക്കെ വരുന്നത്. അങ്ങനെ പരിശോധിച്ച് കണക്കുകളും ചരിത്രവും പരിശോധിച്ചാൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ചെയ്തതുപോലെ ക്രൂരത മറ്റാരും ചെയ്തു കാണാനിടയില്ല.
അത്രമാത്രം ക്രൂരത സ്വന്തം പാർട്ടിക്കാരോടും അനുഭാവികളോടും അണികളോടും ചെയ്യുന്ന നേതൃത്വമാണ് എക്കാലത്തും കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ശിഥിലമായി പോയത്. ഇപ്പോ കോൺഗ്രസ് പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി മുന്നേറുന്നുണ്ട്. പുതുയുഗയാത്ര നടത്തി സതീശൻ ഒരു സൈഡിൽ കൂടി പ്രചരണ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച രമേശ് ചെന്നിത്തല കപ്പയ്ക്കും മീനിനും രുചിയുണ്ടോ എന്ന് അന്വേഷിച്ചും വിലക്കയറ്റത്തെ കുറിച്ച് പഠിച്ചും കെ സി വേണുഗോപാൽ അങ്ങനെ തുടങ്ങിയ നേതാക്കൾ നാടുനീളെ ഇങ്ങനെ നടക്കുമ്പോൾ അവരുടെ ആത്മപരിശോധന കൂടി ഒന്ന് നടത്തിയിട്ട് ഇതിനൊക്കെ മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ എന്ന് പൊതുജനം അവർ വീട് കയറാൻ വരുമ്പോൾ ചോദിക്കണം. രാധയുടെ മരണത്തിൽ ഉത്തരം പറയണം, അതുപോലെ സുജിതയുടെ മരണത്തിൽ ഉത്തരം പറയണം, രാമചന്ദ്രൻ നായരുടെ മരണത്തിൽ ഉത്തരം പറയണം, കോൺട്രാക്ടറുടെ മരണത്തിൽ. അങ്ങനെ കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ ആള് മുതൽ ഡിജിറ്റൽ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ചെറുപ്പക്കാരൻ വരെ ആത്മഹത്യ ചെയ്യാനോ മരണം വരിക്കാനോ അല്ലെങ്കിൽ കൊലക്കത്തിക്കോ ഇരയായ സംഭവങ്ങൾ ധാരാളമുണ്ട് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ. ഇതൊക്കെ തമസ്കരിച്ചുകൊണ്ടാണ് ഇതിന്റെയൊക്കെ മുകളിൽ കയറി നിന്നിട്ടാണ് ഇപ്പോൾ ഗീർവാണ മുഴക്കുന്നത്, മറ്റുള്ളവന്റെ കണ്ണിലെ കരടെടുക്കാൻ നോക്കുന്നത്. അവിടെയാണ് കോൺഗ്രസ് പാർട്ടി വിമർശിക്കപ്പെടുന്നത്. ഇതൊക്കെ മറന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും? അല്ലെങ്കിൽ ഇവയൊക്കെ മൂടി വെച്ചുകൊണ്ടാണ് കോൺഗ്രസുകാർ നിങ്ങളുടെ മുന്നിൽ വന്ന് വെളുക്കെ ചിരിക്കുന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം.